പ്യാരെ ബച്ചോ ആദാബ്. പ്രിയപ്പെട്ട കുട്ടികളെ, കൂട്ടുകാരെ, 5ാം ക്ലാസ്സിലെ വഴികാട്ടി വർക്ക്ഷീറ്റിലെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് വിശദീകരിക്കുന്ന ഒരു ക്ലാസ് നാം നേരത്തെ ചർച്ച ചെയ്തു. ഇന്നതിലെ 2ാമത്തെ ഭാഗമാണ് ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. 5ാം ക്ലാസ്സിലെ ഗുഡിയ കഹാ ഹെ എന്ന പാഠത്തിലെ ഒരു പ്രവർത്തനം. മുനാസിബ് തസ്വീർ കെ സാത്ത് ലക്കീർ ഖീഞ്ചിയെ. ഇവിടെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതിന് പുറത്ത് ഇവിടെ കുറച്ച് പദങ്ങളുമുണ്ട്. ചിത്രങ്ങളുമായി ബന്ധപ്പെട്ടവയുടെ പേരുകൾ ഇതുപോലെ വരച്ചുകൊണ്ട് പൂർത്തീകരിക്കാനുള്ള ഒരു വളരെ ലളിതമായ സിമ്പിളായ പ്രവർത്തനമാണ്. ഈ ചിത്രങ്ങൾ നോക്കി പേര് മനസ്സിലാക്കാനുള്ള ഈ പ്രവർത്തനം നമുക്കൊന്ന് ചെയ്തു നോക്കാം. ദേഖിയെ, ഒന്നാമത്തേത് കിതാബാണ്. കിതാബ് എന്ന് പറഞ്ഞാൽ എന്താ? പുസ്തകമാണ്. അപ്പോൾ ചിത്രത്തിൽ പുസ്തകം എവിടെയെന്ന് നോക്കുക, അതിലേക്ക് ഇങ്ങനെ വരക്കുക. അപ്പോൾ അത് റെഡിയായി. ഇനി നമ്മൾ 2ാമത്തെ നോക്കൂ. എന്താണ്? കലം. കലം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, പേനയാണെന്നല്ലേ. പേനയിലേക്ക് വരക്കുക. 3ാമത്തേത് ഗുഡിയ. ഒരു പാഠം തന്നെ നമുക്കുണ്ടായിരുന്നു ഗുഡിയയെക്കുറിച്ച്, അല്ലേ? ഗുഡിയ എന്ന് പറഞ്ഞാൽ പാവയാണ്. അപ്പോൾ പാവയിലേക്ക്, ഗുഡിയ എന്നത് പാവയിലേക്ക് ചേർത്തി വരക്കുക. അടുത്ത പദം ഗേന്ത് എന്നത് അവിടെ തന്നെ ഉണ്ട്, അല്ലേ? ഇനി തൊട്ടടുത്തുള്ളത് നോക്കൂ, അൽമാരി എന്നതാണ്. അൽമാരി എന്നാൽ അലമാര, അല്ലേ? പേരിൽ തന്നെ ഉണ്ട് അലമാരി, അലമാര. അപ്പോൾ അലമാരയിലേക്ക് ചേർക്കുക. അടുത്തത് ടോപ്പി. ടോപ്പി എന്ന് പറഞ്ഞാൽ തൊപ്പി, അല്ലേ? ടോപ്പി, തൊപ്പി. അടുത്തത് ഗഡി, ഘടികാരം, അല്ലേ? ഗഡി, ഘടികാരം. ഘടികാരത്തിലേക്ക് ചേർത്ത് വെച്ചാൽ ഈ പ്രവർത്തനം ഇങ്ങനെ പൂർത്തിയായി. അപ്പോൾ ആ പേരുകൾ നോക്കി, ആ പേരിന് അനുയോജ്യമായ ചിത്രം നോക്കി ആ ചിത്രത്തിലേക്ക് ചേർത്തി വരയ്ക്കാനുള്ള എളുപ്പത്തിലുള്ള ഒരു പ്രവർത്തനമാണ് ഗുഡിയ കഹായ എന്ന ഈ പാഠഭാഗത്തിൽ നമ്മുടെ വർക്ക്ഷീറ്റിലായി നമുക്ക് നൽകിയിട്ടുള്ളത്. ഈ പ്രവർത്തനം ചെയ്യാം. അടുത്ത പ്രവർത്തനം നോക്കൂ. തസ്വീർ കെ നീച്ചെ മുനാസബ് ലഫ്സ് ചുൻകർ ലിഖിയെ. താഴെ കുറച്ച് ചിത്രങ്ങൾ ഉണ്ട്. ചിത്രങ്ങൾക്ക് താഴെ ചില പദങ്ങളും ഉണ്ട്. ഈ പദങ്ങൾ ആ ചിത്രത്തിൻ്റെ താഴെ അതിൻ്റെ പേര്, അനുയോജ്യമായ പേര് ആ ബോക്സിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതാനുള്ള പ്രവർത്തനം ആണ്. ഓക്കെ. ബക്കരി, തോത്ത, ഗായ, കബൂത്തർ, അങ്ങനെ അവിടെ പേരുണ്ട്. 1ാമത്തേത് നോക്കൂ, ചിത്രം നോക്കൂ, തത്തയാണ്, അല്ലേ? തോത്ത എന്നതാണ്. അപ്പോൾ തത്തയുടെ പേര് തോത്ത എന്നത് താഴെ ബോക്സിൽ എവിടെയാണെന്ന് നോക്കൂ. അതെ, 2ാമതായിട്ട് ഇവിടെയാണ് തത്തയുടേത്. അപ്പോൾ ഇത് നോക്കിയിട്ട് നേരെ ആ ചിത്രത്തിൻ്റെ താഴെ എഴുതുക. തോത്ത എന്നത് നോക്കി ഇവിടെ പൂരിപ്പിക്കാനുള്ള സ്ഥലത്ത് എഴുതുകയാണ് വേണ്ടത്. ഇപ്പോൾ തോത്ത എന്നത് നമുക്ക് കിട്ടി. അതിന് താഴെയുള്ള ചിത്രമോ പൂച്ചയാണല്ലേ. പൂച്ചയെ നമ്മൾ പഠിച്ചതാണ്. പൂച്ചക്ക് ബില്ലി എന്നാണ് പറയുക. ബില്ലി അവസാനത്തു നിന്ന് 2ാമതായിട്ട്, അല്ലേ? ആദ്യത്തു നിന്ന് 2ാമതായിട്ടുള്ളത് തോത്ത, അവസാനത്തു നിന്ന് 2ാമത് ബില്ലി. അപ്പോൾ ബില്ലി എന്ന് എഴുതാം. 3ാമത്തേത് പ്രാവാണ്. പ്രാവിനെന്താ പറയുക? കബൂത്തർ എന്നാണ് പറയുക. എവിടെയാണ് കബൂത്തർ എന്നുള്ളത്? എവിടെ? ഇവിടെയാണല്ലേ. ഇതാണ് കബൂത്തർ. അപ്പോൾ ഈ കബൂത്തർ എന്നത് നോക്കിയിട്ട് ആ പ്രാവിൻ്റെ താഴെ എഴുതി കൊടുക്കുക. തൊട്ടടുത്തുള്ളത് പശുവാണ്, അല്ലേ? പശുവിനെന്താ പറയുക? പശുവിന് നമ്മൾ ഗായ് എന്നാണ് പറയുക. ഗായ്. 3ാമത്തേത് ഗായ് എന്നതാണ് പശുവിന് പറയുക. അപ്പോൾ ഒരു ഭാഗം കഴിഞ്ഞു. 4 നമ്മൾ പൂർത്തീകരിച്ചു. ഇനി 4 പേര് കൂടി നമുക്ക് എഴുതാനുണ്ട്, അല്ലേ? 4 അവിടെ കഴിഞ്ഞില്ലേ? അപ്പം ഇനി അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും മുകളിലുള്ളത് ബക്കരി, അല്ലേ? ആട്.
ആദ്യം തന്നെ ഉണ്ട് അല്ലേ, ബക്കരി എന്നുള്ളത് ആദ്യം തന്നെ ഉണ്ട്. അതാണ് ബക്കരി. ബക്കരി എന്ന് പറഞ്ഞാൽ ആട്. അത് കഴിഞ്ഞതിന് ശേഷം വരുന്ന ചിത്രം എന്താണിത്? കോഴിയാണല്ലേ. കോഴിക്ക് എന്താ പറയുക? മുറക. മുറക എവിടെയാ? അതെ, രണ്ടാമത്തെ വരിയിൽ രണ്ടാമത്തേത് മുറക എന്നത്. അത് നോക്കിയിട്ട് ഇവിടെ എഴുതി കൊടുക്കുക. അടുത്തതോ നായ. നായക്ക് കുത്ത, എല്ലാവർക്കും അറിയുണ്ടാവും. എവിടെയാ? അവസാനത്തിലുണ്ട് അല്ലേ. അവസാനത്തെ കുത്ത എന്നുള്ളതാണ്. അപ്പോൾ ആ കുത്ത എന്നുള്ളത് നോക്കിയിട്ട് അവിടെ എഴുതി കൊടുക്കുക. ഇനി എഴുതാത്തതായിട്ട് ഒന്നേ ബാക്കിയുള്ളൂ, അതാണ് ബത്തഹ്. ബത്തഹ് എന്ന് പറഞ്ഞാൽ താറാവ്. അപ്പോൾ താറാവിൻ്റെ പേര് അവിടെ ബത്തഹ് എന്ന് എഴുതി കൊടുത്താൽ നമ്മുടെ ഈ പ്രവർത്തനവും നമ്മൾ പൂർത്തീകരിച്ചു അല്ലേ. അപ്പോൾ നമ്മൾ 2 പ്രവർത്തനം ഈ ഒരു വീഡിയോയിൽ പൂർത്തീകരിച്ചിട്ടുണ്ട് അല്ലേ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായല്ലോ? മനസ്സിലായില്ലേ? പേരുകൾ തിരഞ്ഞെടുത്ത് തെറ്റാതെ എഴുതണം. അടുത്ത പ്രവർത്തനം നോക്കൂ. ഇവിടെ ചന്ദ് ജാൻവർ और परिंदे है. ഇവിടെ കുറച്ച് ജാൻവറുമുണ്ട് പരിന്ദയുമുണ്ട്, മൃഗങ്ങളുമുണ്ട് പക്ഷികളുമുണ്ട്. ബതായിയെ വോ ആപ്പസ് മേ ക്യാ ബോൽ രഹേ. എന്തൊക്കെയാണ് അവർ പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? അതാണ് ചോദ്യം. അപ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക. ഇത് നമ്മൾ പഠിച്ചതാണെന്നാൽ പോലും കേട്ടോ. ബില്ലി കുത്തയോട് ചോദിക്കുന്ന ഒരു ചോദ്യം. ആ ചോദ്യം അവിടെ ഉണ്ട്, അതിൻ്റെ ഉത്തരം അവിടെയുണ്ട്. അപ്പോൾ അതിന് താഴെ എന്ത് ചെയ്യാനുണ്ട്? 2 വരി അവിടെ വെച്ചിട്ടുണ്ട്. അവിടെ ഒന്നിൽ ചോദ്യം എഴുതണം, മറ്റൊടുത്ത് ഉത്തരവ് എഴുതണം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്താണ് അത് നോക്കിയാൽ മതി. മൂന്നാമത്തെ ഒരു ചോദ്യമുണ്ട്, ഒരു ഉത്തരവുണ്ട്. അപ്പോൾ അതുപോലെ ഒരു ചോദ്യവും ഒരു ഉത്തരവും താഴെ എഴുതുക. അങ്ങനെയാണ്. ബില്ലി ചോദിച്ച ചോദ്യം ആപ്കാ നാം ക്യാ ഹേ എന്നതാണ്. ആപ്കാ നാം ക്യാ ഹേ എന്നുള്ളതാണ്. ആപ്കാ നാം എന്ന് പറഞ്ഞാൽ, ആപ്കാ എന്ന് പറഞ്ഞാൽ താങ്കളുടെ, നാം പേര്, ക്യാ എന്ത്, ഹേ ആകുന്നു. താങ്കളുടെ പേര് എന്ത് ആകുന്നു എന്നതാണ് അതിൻ്റെ ശരിയായ അർത്ഥം. ആപ്ക എന്ന ചോദ്യത്തിലുണ്ടെങ്കിൽ ഉത്തരത്തിൽ മേര എന്ന് ഉണ്ടാകും. അവിടെ ഉത്തരം പറഞ്ഞാൽ നോക്കൂ. മേര നാം മിട്ടു ഹേ. ആപ്ക എന്നതിന് പകരം അവിടെ എന്ത് ചെയ്തു? മേര എന്ന് കൊടുത്തു. പ്രത്യേകം ഓർക്കണം. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്കത് ഓർമ്മയിലുണ്ടാവണം. മേര നാം എന്നത് അതുപോലെ തന്നെ കൊടുത്ത് മിട്ടു ഹേ എന്താണ് പേര് പറഞ്ഞു. അപ്പോൾ അതുപോലെ നമുക്ക് ചോദ്യം എഴുതണം. കബൂത്തർ ചോദിക്കുന്ന ചോദ്യം എന്താ ചോദിക്കുക? അപ്പോൾ അവിടെ കൊടുത്ത പോലെ തന്നെ ആപ്ക നാം ക്യാ ഹേ. ആപ്ക നാം ക്യാ ഹേ. ആപ്ക നാം ക്യാ ഹേ എന്ന് പറഞ്ഞാൽ അർത്ഥം മനസ്സിലായല്ലോ. ആപ്പ് എന്ന് പറഞ്ഞാൽ താങ്കൾ എന്നാണ് അർത്ഥം. ആപ്ക എന്നാവുമ്പോൾ താങ്കളുടെ, നാം എന്ന് പറഞ്ഞാൽ പേര്, ക്യാ ഹേ എന്താകുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ആപ്ക എന്നതായതുകൊണ്ട് ഉത്തരത്തിൽ എന്ത് ചെയ്യണം? തത്തയാണ് ഉത്തരം പറയേണ്ടത്. തത്ത പറയുന്നത് മേരാ നാം മിട്ടു ഹേ. അവിടെ മിട്ടു എന്നുള്ളത് മാറ്റിയാൽ മതി അല്ലേ. മിട്ടു എന്നതിന് പകരം നമുക്ക് ഇഷ്ടമുള്ള ലല്ലു എന്നോ മിന്നു എന്നോ ചിന്നു എന്നോ പൊന്നു എന്നോ അങ്ങനെ എന്തിഷ്ടമുള്ള പേരും ആവാം. അപ്പോൾ ഞാൻ തൽക്കാലം മേരാ നാം മിന്നു ഹേ എന്ന് തന്നെയാണ് എഴുതുന്നത്. മേരാ നാം മിന്നു ഹേ. നിങ്ങൾക്ക് അവിടെ ഇഷ്ടമുള്ള പേര് എഴുതാവുന്നതാണ്. തൽക്കാലം ഞാൻ ഇവിടെ മേരാ നാം മിന്നു ഹേ എന്ന് എഴുതാണ്. ഓക്കെ. ഇനി അടുത്ത മൂന്നാമത്തത് ഗായ് ബക്കരിയോട് പറയുന്നത് നോക്കൂ. ഗായ് ബക്കരിനോട് പറയാണ് ആപ്പ് കോൻ ഹൈ. ഇവിടെ ആപ്ക എന്ന് ഇല്ല. ചോദ്യം എന്താണ്? ആപ്പ് കോൻ ഹൈ. താങ്കൾ ആര് ആകുന്നു. ആപ്പ് എന്ന് പറഞ്ഞാൽ താങ്കൾ, കോൻ എന്ന് പറഞ്ഞാൽ ആര്, ഹൈ എന്ന് പറഞ്ഞാൽ ആകുന്നു. താങ്കൾ ആരാകുന്നു? അപ്പോൾ ബക്കരി പറഞ്ഞു മേ ലുലുഹും. മേ ലുലുഹും, ഞാൻ ലുലു ആണ് എന്ന് പറഞ്ഞു. ഞാൻ ലുലു ആണ്. അപ്പോൾ നേരത്തെ ആപ്ക എന്നുണ്ടായപ്പോൾ മേരാന്നായി. ഇവിടെ വെറും ആപ്പ് മാത്രമായപ്പോൾ ഉത്തരത്തിൽ മേ എന്നതായി മാറി. മേ എന്ന് ആദ്യം വരികയാണെങ്കിൽ എന്തായാലും അവസാനം
ഹു എന്ന രീതിയിലേ അവസാനിക്കുള്ളൂ. മേലുലുഹും എന്ന് പറയുന്നത് പോലെ മാത്രമേ അവസാനിക്കുള്ളൂ മേ ആദ്യം വന്നാൽ. അപ്പോൾ ഇതുപോലെ മുറുക ബത്തഹിനോട് ചോദിക്കണം. എന്ത് ചോദിക്കണം? ആപ് കോൻ ഹേ എന്ന് ചോദിക്കുക. ചോദ്യം തന്നെയാണ്, മാറ്റല്ല. ആപ് കോൻ ഹേ. അവിടെ എന്തേ വ്യത്യാസപ്പെടുത്താനുള്ളൂ? മേ ലൂലു എന്നുള്ളിടത്ത് നമുക്ക് ഇഷ്ടമുള്ള വേറൊരു പേര് എഴുതുക. മേ ചിന്നുഹും, മേ തങ്കൂഹും, അതുപോലെ ഇഷ്ടമുള്ള ഒരു പേര്